മോഹൻ ഭാഗവത്ജി പറഞ്ഞിരിക്കുന്നു, ആരും അഹിന്ദുവല്ല. ഇത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അതേസമയം തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തേനെന്ന്. എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? 100ാം വാർഷികമല്ലേ RSSന്റെ. അപ്പൊ അനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ ഈ പറയുന്നത് പോലെ RSSനെതിരെയുള്ള അലിഗേഷൻ ഏറ്റവും വലുതായിട്ടുള്ളത് RSS BJPയുടെ പ്രൊമോട്ടറാണ്. 2, RSS ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. RSS ഒരു വർഗീയ പ്രൊമോഷന്റെ ഭാഗമാണെന്നൊക്കെയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് വ്യക്തത വരുത്തി പറയുന്നു. പത്രക്കാർ അത് വ്യക്തത വരുത്തി എഴുതുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നില്ല. സാധ്യതയില്ല. ആരും ഹിന്ദു അല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അഹിന്ദു അല്ലെന്ന് പറഞ്ഞാൽ ഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി നിൽക്കുന്ന ഭാരതത്തിലെ മൊത്തം ആൾക്കാരും ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഹിന്ദുക്കളായിട്ട് കാണാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ഇവിടെ RSSനകത്ത് മുസ്ലിമിന് വരാം, RSSനകത്ത് ക്രിസ്ത്യാനിക്ക് വരാം. ഞങ്ങൾക്ക് ദേശസ്നേഹം അല്ലേ നമ്മുടെ ഒരു സംസ്കാരം. ഹിന്ദു എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഹിന്ദു എന്ന് പറയുമ്പോൾ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു കാവി മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് എല്ലാവരും ഹിന്ദു എന്ന് പറയുന്നത്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഹിന്ദു എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരം, അതിൽ നിന്നാണ് ആ ഹിന്ദു എന്ന് പറയുന്ന ടേം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സാർ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഉള്ളവർ എല്ലാം ഹിന്ദുക്കളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭാരതം എന്ന് പറയുമ്പം ഇവരെത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഭാരതം എന്ന് പറയുന്നതിന് വളരെ പഴക്കമുണ്ട്. ആ ഭാരതത്തിനൊരു വലിയ പഴക്കമുള്ള സംസ്കാരമുണ്ട്. ഈ സംസ്കാരം മറ്റ് ഈ ഈജിപ്ത് അല്ലെ ഗ്രീക്ക് സംസ്കാരം ഒക്കെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നതിനപ്പുറമുള്ളൊരു സംസ്കാരമാണ് നമ്മുടെ ഈ സംസ്കാരത്തെ നമ്മളുടെ ചില ആൾക്കാർ തന്നെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അതിനപ്പുറമാണ് മറ്റു ചിലതെന്ന് കാണിക്കാൻ ചിലർക്ക് ശ്രമിക്കുക. അത് പണ്ട് തൊട്ടേ ഭാരതത്തിനകത്ത് ഭാരതത്തിന് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ലോകശക്തികൾ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പം ആ ഒരു സംസ്കാരത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഭാരതം, അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ നിന്നിട്ടുള്ള ഭാരതമാണ് ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ലോകത്തിൽ GDP ഇപ്പോൾ GDP പറയാം, ലോകത്തിൻ്റെ GDPയിലെ 30, 40, 50% നമ്മുടെ ഭാരതത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അതേ സംസ്കാരത്തിൽ, അതേ കാഴ്ചപ്പാടിൽ, അതേ രീതിയിൽ, അതേ ദേശസ്നേഹത്തിൽ മുന്നോട്ട് പോയാൽ ലോകത്തെ മറികടക്കാൻ ഇതിന് സാധിക്കും. ആ രീതിയിലേക്കുള്ള ഒരു സെറ്റപ്പിനാണ് എല്ലാവരും ഈ പറയുന്ന പോലെ ആരും അഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നന്ദൻ എന്ന് പറയുന്ന ജയനന്ദകുമാർ പറഞ്ഞ 4 സൈസ് ഹിന്ദുക്കളായിട്ടുള്ള ഒന്നേ നിങ്ങൾ പറഞ്ഞത് കുറിയൊക്കെ തൊട്ട് ഹിന്ദു സംസ്കാരം രാമൊക്കെ ജീവിച്ച്, അല്ലെങ്കിൽ അത് വേറെ ഉണ്ടല്ലോ ഈ നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ട് അതിൻ്റെ ചില ആചാരങ്ങളൊക്കെ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവർ ഹിന്ദുവായിട്ട് ജനിക്കുന്നുള്ളതേ ഉള്ളൂ, അവർക്ക് ആചാരമില്ല, മറ്റതുമില്ല മറിച്ചതുമില്ല. ബാക്കിയുള്ള ഇപ്പോൾ മുസ്ലിം ആയാലും ഓക്കെ, ക്രിസ്ത്യാനി ആയാലും ഓക്കെ, അവരുടെ അതിനകത്തോട്ട് പരാതിയൊന്നുമില്ല. അങ്ങനത്തെ ഒരാൾ, അതായത് ഹിന്ദു ആചാരത്തെ പറ്റി ബോധമില്ലാത്തവർ. മൂന്നാമത്തെ ഒരു വർഗ്ഗം എന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അവരവർ മാന്യമായിട്ട് ജീവിക്കും. വേറെ ആൾക്കാരോട് വേറെ ഹിന്ദുവിനോട് ശല്യമില്ല, രാജ്യത്തെ സ്നേഹിക്കും, അങ്ങനെ പോകും. ക്രിസ്ത്യാനിയാണെന്നല്ല അവർ മാന്യമായിട്ട് ജീവിക്കും, അവർ രാജ്യത്തോട് സ്നേഹിക്കും. അവർ ഇന്ത്യയുടെ ഭാഗം. നാലാമതൊരു വിഭാഗം അവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന നാലാമതൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യ അംഗീകരിക്കത്തില്ല, ഇന്ത്യക്കാരനെ അംഗീകരിക്കത്തില്ല, ഇന്ത്യ നശിപ്പിച്ച് അടങ്ങത്തുള്ളൂ, ഇന്ത്യക്കകത്തു നിന്ന് നമ്മൾ മതമൗലികവാദികൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 4 പേരും അവരെ തിരുത്താനും ആണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പം 4 ഹിന്ദുക്കളാണെന്നാണ് പറയുന്നത്. അവരുടെ രീതികൾക്കനുസരിച്ച് 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇവരെ 4 പേരെയും ഇന്ത്യയുടെ ഭാഗമായിട്ടാണ്, ഇന്ത്യക്കകത്ത് നിൽക്കുന്നവരാണ്, അവരെ ഹിന്ദുക്കളായിട്ടേ കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാവുന്നു? അല്ല, അഹിന്ദുക്കളെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ലാതെ നിൽക്കുന്നവർ, നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാതെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ഇദ്ദേഹത്ത് നിന്നുകൊണ്ട് നമ്മളെ ഒറ്റ കൊടുക്കുന്നവർ, അവരാണ് അഹിന്ദുക്കളെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ. പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന് വോട്ട് ചെയ്തേനെയും എന്നുള്ള ഒരു ഉദാഹരണം അവർ ചൂണ്ടിക്കാണിച്ചതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, അതായത് ഈ പറയുന്ന RSSന് ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു സംസ്കാരമുണ്ട്, അവർക്ക് ഒരു ദേശസ്നേഹം, അവർ ആഗ്രഹിക്കുന്ന ഒരു ദേശസ്നേഹമുണ്ട്. അതിലൂന്നി മുന്നോട്ട് പോകുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ. ഇവർക്ക് അധികാരം വേണ്ട, മറ്റു വേണ്ട, മറിച്ച് വേണ്ട, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒന്നിനകത്ത് മത്സരിക്കാനോ അധികാര സ്ഥാനങ്ങളിലേക്ക് വരാനൊന്നും വരുന്നില്ല. രാഷ്ട്രപതിയാക്കാമെന്ന് ഇപ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, ഞാനൊരു വട്ടം രാഷ്ട്രപതിയായാൽ എൻ്റെ പുറകെ നിൽക്കുന്നവർക്ക് എല്ലാ ആഗ്രഹം വരും, അതുകൊണ്ട് എനിക്ക് രാഷ്ട്രപതി ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ രീതിയിലേക്ക് വരുന്നില്ല. അപ്പം അധികാര സ്ഥാനത്തിലേക്കാണ്, ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൂടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ സംസ്കാരത്തെ ഫോളോ അപ്പ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആരാണ് ഉള്ളത്, അവരെ സംബന്ധിച്ചു. അപ്പോൾ അതിന് ഉദാഹരണം കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്തേനെയും
പക്ഷേ അതിന് ഉദാഹരണം ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ നയം, ഞങ്ങളൊരു പ്രാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നയം എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമി, രാമക്ഷേത്രത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിന് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് കോൺഗ്രസ് നിന്നില്ല. അന്ന് അതിന് ആവശ്യത്തിനനുസരിച്ച് നിന്നായിരുന്നെങ്കിൽ കോൺഗ്രസിനെ ഞങ്ങൾ വോട്ട് ചെയ്തേനെ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്താൽ കോൺഗ്രസിനെ ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾക്ക് പാർട്ടിയില്ല, ഞങ്ങൾക്ക് പ്രത്യേക ഒരു ആരുമായിട്ട് മമതയൊന്നും കൂടുതലില്ല. അത് ഇതൊരു സംഘടനയാണ്, 100 കൊല്ലം തികയുന്നു, ഇതിനകത്ത് മെമ്പർഷിപ്പ് പോലും ഇല്ല. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തായതുകൊണ്ട് അതിന് രജിസ്ട്രേഷൻ ഉണ്ടാക്കേണ്ടതില്ലെന്ന്, അവരുടെ കീഴിൽ രജിസ്ട്രേഷൻ വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ വന്നപ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയില്ല. പിന്നെ സംഘടന അല്ലാതാവുന്നില്ലല്ലോ. ഞങ്ങളൊരു ബലവത്തായ സംഘടനയായതുകൊണ്ടാണല്ലോ ഞങ്ങളെ 3 വട്ടം നിരോധിക്കാൻ സാധിച്ചത്. ഈ പറയുന്നത് പോലെ കോടതി മുഖേന അതിനകത്ത് കുഴപ്പങ്ങളില്ലാത്തതുകൊണ്ടാണല്ലോ കോടതി മുഖേന തിരിച്ച് ആ നിരോധനം മാറ്റി കിട്ടിയത്. അപ്പം ആ രീതിയിലൊന്നുമുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഇതാണ് നമ്മുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രവർത്തനം ഉൾക്കൊണ്ട് അതിനകത്ത് ഞങ്ങളുടെ രീതികൾ, ഞങ്ങൾ ഭാരതം എങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഞങ്ങളതിനെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിൽ ഉൾക്കൊള്ളും. അങ്ങനെ ഒരു കോൺഗ്രസ് അങ്ങനെയായിരുന്നെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യും, വേറൊരു പാർട്ടി അങ്ങനെയാണെങ്കിൽ അതിന് വോട്ട് ചെയ്യും. ഈ പറയുന്ന BJPക്ക് അപ്പുറം ഞങ്ങളുടെ ഈ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും പാർട്ടിയുടേത് ആണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന സമീപനം തന്നെയാണ്. പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ല, ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നതോടെ ഭാഗം. ഞങ്ങൾക്ക് പ്രത്യേക പാർട്ടിയോ അങ്ങനെ BJPയോ മറ്റു മറിച്ചോ ഒന്നും ഇല്ലെന്നുള്ള രീതിയിലേക്കാണ് മോഹൻ ഭഗത് സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ 2024 മോഹൻ ഭഗത് കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അല്ല അതിൻ്റെ അല്ല, അദ്ദേഹം ഈ പറഞ്ഞതിലൂടെ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ആവുമ്പോൾ അതിൽ നയം വ്യക്തമാണ്. അതായത് ഞങ്ങൾ ആരുടെയും പിന്നിൽ നിൽക്കുന്നില്ല, ഞങ്ങളുടെ ആശയങ്ങളോട് യോജിച്ച് വരുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ RSS BJPയുടെ ഒരു ബാക്ക് ബോൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇനി ഈ അഹിന്ദു അല്ല എന്നുള്ളതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പല നാടുകളിൽ പോയാലും പെട്ടെന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനിയാണ് എന്നാണ് പറയുക. അയാൾ ഒരു ഹിന്ദുസ്ഥാനിയാണ് എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. അതായത് ആ രാഷ്ട്രത്തെ, അതായത് ഇന്ത്യയെ അല്ലെങ്കിൽ ഭാരതത്തെ പണ്ട് മുതലേ പറഞ്ഞിരുന്ന ആ ഒരു പേരാണ്. അത് ആ സംസ്കാരവുമായി ചേർന്ന് പോകുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇതിനെ വളച്ചു കെട്ടുന്നുണ്ടല്ലോ. ഹിന്ദു അല്ല എന്ന് പറയുമ്പോൾ ഈ RSSന് ഇത് വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇതല്ല എന്ന് വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. RSS പതറിപ്പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ, ഇതല്ലെങ്കിൽ ഇത് വ്യക്തമാക്കിയില്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഇപ്പോഴുള്ള ജനം മാറിപ്പോകുമെന്ന് RSS ഭയപ്പെടുന്നുണ്ടാവും. RSSന് ഇങ്ങനെ ഭയപ്പെടാനാണെങ്കിൽ RSSനെതിരെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് എന്തും വേണ്ടി പ്രസ്താവന ഇറങ്ങും. ഈ പ്രസ്താവനയ്ക്ക് എവിടെയെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ RSS? ഒരു 100 കൊല്ലം തികയുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ഗാന്ധിജിയെ കൊന്ന ഉൾപ്പെടെയുള്ള ആരോപണത്തിന് പുറകിൽ, അല്ലെങ്കിൽ ആരോപണം നേരിട്ടുണ്ടെങ്കിൽ RSS ഒരു ആരോപണത്തിനും മറുപടി പറയുന്ന ഒരവസ്ഥയില്ല. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക. അവരവരുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും അറിയുന്ന പോലും ഉണ്ടാകത്തില്ല. അത് ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ ചെയ്യും, പ്രവൃത്തി പൂർണ്ണമാവുന്നത് വരെ ചെയ്യും. അതിനകത്ത് യാതൊരു തടസ്സവുമില്ല. പ്രവൃത്തി ചെയ്താൽ അതിനകത്തുനിന്ന് ഫലമുണ്ടാകും, ഗുണമുണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ RSS ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. എന്നാൽ വേണമെങ്കിൽ ചിലർ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ചില സാഹചര്യത്തിൽ, ചില പ്രസംഗത്തിൽ അദ്ദേഹത്തിന് മുമ്പിലിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചാനലുകൾ ഇതുപോലെ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പറയുന്നതും ഒക്കെയാണ്. അല്ല അതിനുവേണ്ടി ഒരു പത്രസമ്മേളനം പോലും വിളിക്കാറില്ല. അങ്ങനെ ഭയമുള്ളതും അങ്ങനെ ഭയക്കേണ്ടതുമായിട്ടൊന്നുമില്ല. കാരണം അവർക്കൊന്നും നേടാനില്ല. നാളെ കാലത്തെ പഞ്ചായത്ത് മത്സരിക്കാൻ RSS ഇല്ല, MLA ആവാൻ RSS ഇല്ല, പ്രധാനമന്ത്രി ആവാൻ RSS ഇല്ല, മുഖ്യമന്ത്രി ആവാൻ RSS ഇല്ല. RSSൽ നിന്ന് വെളിയിൽ വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. RSSന് വെളിയിൽ വന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് അത് സാധിക്കുന്നത്. RSS അടുത്ത് പോയി ഇന്ന കാര്യം ചെയ്യും, ഇനി RSSനകത്തുണ്ടാവത്തില്ല, നിൻ്റെ ഉത്തരവാദിത്വം BJPയുടെ ഭാഗത്തു നിന്നായിരിക്കും. അത് RSSകാരനായിരുന്നു എന്നേ പറയാനൊക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇപ്പോഴും RSS ആണെന്ന് വെച്ചാൽ RSSകാരനായിരുന്നു. പക്ഷേ RSSകാരനായിരിക്കുമ്പം അയാളുള്ള സാധനമെല്ലാം RSSൻ്റെ ആയിരിക്കും. അയാൾ ശീലിച്ചെല്ലാം RSSൻ്റെ ആയിരിക്കും. അപ്പം അതിനകത്തൊന്നും ഈ പറയുന്നത് ഒരു RSS ആണെന്ന് ചോദിച്ചാൽ RSS ഒക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ RSSൻ്റെ സംഘടന ചുമതലയ്ക്കാത്തവരുണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ RSS അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനകത്ത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും അതിനില്ല. ആരുടെയും ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഇവിടെ ഓരോരുത്തൻ മെമ്പർഷിപ്പ് ചേർത്ത് ഊപ്പാട് വരുമ്പം ഒരു മെമ്പർഷിപ്പ് ചേർക്കാതെ ഈ സംഘടന 64 രാജ്യത്തിനകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ മെമ്പർഷിപ്പ് DYPയുടെ മെമ്പർഷിപ്പ് എത്ര? 55 ലക്ഷം അല്ലെങ്കിൽ 1 കോടി എന്നൊക്കെ പറയും.
ഞാൻ ഒന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളവർക്ക് അറിയാം എങ്ങനെ മെമ്പർഷിപ്പ് ചേർക്കുന്നത്. പക്ഷേ RSSന് ഒരു മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് ഇല്ലാതെ, രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരിക്കലും പൊളിയത്തില്ലെന്ന് ഉള്ള ഒരു ഇതുപോലൊരു സംഘടന അല്ലെങ്കിൽ ഇത്രയും അതിൻ്റെ ഒരു സെറ്റപ്പ് നമ്മളൊന്ന് ചിന്തിച്ച്, അതിൻ്റെ ഒരു വലുത് കടൽ പോലെയും ആകാശം പോലെയും കിടക്കും. ഇതിന് ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മെമ്പർഷിപ്പ് ഉണ്ടായാലല്ലേ ഇത് എത്ര ഉണ്ടെന്ന് അറിയാനൊക്കൂ. വല്ലാത്തൊരു നമ്മളതിനകത്ത് അതൊരു വല്ലാത്തൊരു ഒരു സാധനം തന്നെയാണ്. അതിന് അങ്ങനെ പറയാനൊക്കെ നാടൻ ഭാഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.